2021 ആഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഒരു കമ്പനിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെയാണ് അമോൽ ഗജനൻ റാണെ എന്ന് പറയുന്ന 38 വയസ്സുള്ള അസിസ്റ്റന്റ് മാനേജർ ജോലി ചെയ്തിരുന്നത്. ആൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാടധികം കാര്യങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്ന അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അമോൽ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ദമ്പതികൾ അവിടെ ജോലി അന്വേഷിച്ചു വരുന്നത്. സുനിത എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ രമേശ്വരൻ എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡുമായിരുന്നു വന്നത്. അമോൽ അങ്ങനെ അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം രണ്ടുപേർക്കും ആ ഒരു കമ്പനിയിൽ ജോലി നൽകുകയാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനും തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അമോൽ ഈ ഒരു കമ്പനിയുടെ ഓൾ ഇൻ ഓൾ ആണ്. എല്ലാവർക്കും ഭയങ്കര പേടിയൊക്കെയാണ്. ആൾ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്യും. എന്നാൽ ആള് ഈ ഒരു സുനിതയെയും അതുപോലെ തന്നെ രമേശിനെയും ജോലിക്കെടുത്തതിൻ്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ സുനിതനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ആളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആള് അവരെ ജോലിക്ക് ഹയർ ചെയ്തത്. പിന്നെ സുനിതക്ക് മാത്രം ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രമേശിന് ജോലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ നിന്നില്ലെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് രമേശിനും കൂടെ ആൾ ജോലി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവരുടെ 3 പേരുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസൈൻ ദിസ് സൈഡ്. അങ്ങനെ ജോലിയൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് അമോൽ സുനിതയെ തൻ്റെ ക്യാബിനിലോട്ട് വിളിപ്പിക്കാനായിട്ട് തുടങ്ങി. തൻ്റെ ക്യാബിനിലോട്ട് വിളിപ്പിച്ചിട്ട് കുറേ നേരം അതും ഇതൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. വളരെ അടുത്തിടപഴകാനൊക്കെ ആയിട്ട് തുടങ്ങി. അതായത് ആൾ ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ സുനിതക്കും ആളെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ആൾക്ക് തൻ്റെ അടുത്ത് വേറൊരു രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സ്ത്രീക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നാലും അവർ അത് എൻ്റർടൈൻ ചെയ്യുകയായിരുന്നു. കാരണം ആൾക്ക് ആ ഒരു കമ്പനിയിലുള്ള പവറും അതുപോലെ തന്നെ ആളുടെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്കും അയാളുടെ അടുത്തൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിക്കാനും അടുത്തിടപഴകാനും തുടങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശാണ്. കാരണം ആളും ആ ഒരു കമ്പനിയിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളവിടെ ഉള്ള ആ ഒരു സമയത്ത് ഇവർക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാനോ സല്ലപിക്കാനോ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ആൾ ആ ഒരു കമ്പനിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ അമോൽ കണ്ടുപിടിക്കുകയാണ്. ഒരു കമ്പനി ആകുമ്പോൾ കമ്പനിയുടെ അകത്തും അതുപോലെ തന്നെ കമ്പനിക്ക് പുറത്തും ഒരുപാടധികം ജോലികൾ ഉണ്ടാവും. രമേശിനെ സ്പെസിഫിക്കലി കമ്പനിയുടെ പുറത്തുള്ള ജോലികൾക്ക് അയക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് ഈ ഒരു സുനിതയെ തൻ്റെ ക്യാബിനിലോട്ട് വിളിച്ചിട്ട് ക്യാബിൻ കുറ്റിയിട്ടിട്ട് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ഇതിങ്ങനെ കുറച്ച് നാൾ തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ അടുത്തും എത്തുകയാണ്. അതായത് ഒരു കമ്പനിയിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം കുറേ നാൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ അറിയുമല്ലോ. അങ്ങനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ആ ഒരു കമ്പനിയിലുള്ള ഒരുപാടധികം ആളുകൾ ഇത് അറിയുകയാണ്. ഫൈനലി ഈ ഒരു ന്യൂസ് രമേശിൻ്റെ ചെവിയിലും എത്തി. ആളെന്നാൽ കമ്പനിയിൽ ചെന്ന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ആൾ വളരെ അതറിഞ്ഞ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്നാലും ആൾ വളരെ കൂളായിട്ട് നിന്നു. അതിനുശേഷം ആൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഭാര്യയുടെ അടുത്ത് നല്ല രീതിയിൽ ചൂടാവുകയാണ് ഉണ്ടായത്. നീയും ആ മാനേജറും തമ്മിൽ ആ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ മണിക്കൂറുകളോളം എന്തൊക്കെയാണ് പരിപാടി, എന്താണ് ഞാനെല്ലാം അറിയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമില്ലാത്ത ബന്ധമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളാനായിട്ട് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ കമ്പനിയിൽ പോയി. അതിനുശേഷം ഈ അമോലിൻ്റെ അടുത്ത് നിന്ന് സുനിത ഒരു ഗ്യാപ്പ് വിടുകയാണ്. എന്താ പറയുക, ആളുടെ അടുത്തോട്ട് അങ്ങനെ സ്ഥിരമായിട്ട് ചെല്ലുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ആളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് തുടങ്ങി. ഇത് അമോലിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രമേശാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പുറത്തുള്ള ജോലികൾക്ക് അങ്ങനെ പോകാതെയായി. ഈ അമോൽ പെട്ടെന്നോട് അങ്ങനെ നിർബന്ധിക്കാതെയായി. എന്നാലും സുനിതയുമായിട്ട് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മര്യാദക്ക് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണം. ഈ ഒരു ബന്ധം വീണ്ടും കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രമേശിനെ പുറത്തോട്ട് പറഞ്ഞു വിടാനായിട്ട് തീരുമാനിക്കുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആൾ നേരെ ഡയറക്റ്റായിട്ട് ഈ രമേശിൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, പുറത്തൊരു അർജൻറ്റായിട്ടുള്ള ജോലിയുണ്ട്, നീ തന്നെ എന്തായാലും പോകണമെന്ന് പറയുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് രമേശ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമ്പനിയുടെ പുറത്തുള്ള ജോലിക്ക് ഇനി ഞാൻ പോകില്ല. കമ്പനിയുടെ അകത്തുള്ള എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യാം, പുറത്ത് ഞാൻ പോകില്ല എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാനേജർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ MDയുടെ അടുത്ത് സംസാരിക്കും. MDയുടെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ അമോലും ഒന്ന് പതുങ്ങാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MDയുടെ അടുത്ത് ഇയാളിങ്ങനെ പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസാരം ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ പുറത്ത് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വൈഫായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ MD അറിയും. പിന്നെ ക്യാബിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ളത് MD അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെ പണി പോകുന്നുള്ളത് ആൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഇത്തിരി ശാന്തമാവുകയാണ്.
അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാത്ത പോലെ പോവാണ്, അതായത് ഈ സുനിതയും അമൂലും. അപ്പോൾ ഇതൊക്കെ രമേശ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചിന്തിച്ചു, ഓക്കെ തൻ്റെ ഭാര്യയ്ക്ക് തെറ്റ് മനസ്സിലായി, അവള് എന്താ പറയുക തിരുത്തിയിട്ടുണ്ട്, ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ആള് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സമാധാനപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവർ രണ്ടുപേരും ബന്ധം നിർത്തിയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഈ ഒരു കമ്പനിയിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ആ ഒരു ടൈമിൽ ആളുകൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തുള്ള കടയിലേക്ക് പോകും. എന്നിട്ട് സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലേക്കൊക്കെ പോയി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് വരാറ്. അപ്പോൾ ആ ഒരു ടൈം ഇവർ രണ്ടുപേരും യൂട്ടിലൈസ് ചെയ്യാണ്. കാരണം ആ ഒരു സമയത്ത് രമേശ് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലാതെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിൻ്റെ കൂടെ അതുപോലെ തന്നെ സിഗരറ്റൊക്കെ വലിക്കാൻ പോയി കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് വരാറ്. അത് ആ ഒരു കമ്പനിയുടെ ഒരു പതിവാണ്. അപ്പോൾ ആ ഒരു ടൈം ഇവർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ ഈ ഒരു സുനിത ഇയാളുടെ ക്യാബിനിലോട്ട് ചെല്ലാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ ആ ഒരു ടൈമിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രമേശിന് പെട്ടെന്നുകൊണ്ടൊരു സംശയം വരികയാണ്. കുറേ നാളുകളായിട്ട് ഈ അമൂലിനെ ഇങ്ങോട്ട് കാണുന്നില്ല. അതിന് മുൻപത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളും ഈ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തോട്ട് അവരോടൊപ്പം വരുന്നതാണ് സിഗരറ്റ് വലിക്കാനും കാര്യങ്ങൾക്കൊക്കെ. എന്നാലിപ്പോൾ കുറേ നാളുകളായിട്ട് ആളെ കാണുന്നില്ല. ഇയാൾ ആ ഒരു സമയത്ത് ആ കമ്പനിയിൽ ഒറ്റക്കാണ്. അതുപോലെ തന്നെ തൻ്റെ വൈഫും അവിടെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ടൈമിൽ എന്നെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടി ഒപ്പിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ആൾക്ക് വരികയാണ്. അപ്പോൾ ആളന്ന് പെട്ടെന്നുകൊണ്ട് തന്നെ തിരിച്ച് കമ്പനിയിലോട്ട് വരികയാണ്. എന്നിട്ട് ആളുടെ വൈഫിനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. എത്ര അന്വേഷിച്ചിട്ടും വൈഫിനെ കണ്ടെത്താനായിട്ട് ആൾക്ക് സാധിച്ചില്ല. അപ്പോൾ ആൾ ഫോൺ ചെയ്ത് നോക്കുകയാണ്. ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ ഫോണും ഓഫായിരുന്നു. അപ്പോൾ ആൾ നേരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസിസ്റ്റൻറ്റ് മാനേജറുടെ ക്യാബിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അകത്ത് നിന്ന് അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ആൾ ചെവി വെച്ചിട്ട് അകത്ത് എന്താണെന്നുള്ളത് ഇതുപോലെ തന്നെ കേൾക്കുകയാണ്. അപ്പോൾ അകത്ത് നിന്ന് ആളുടെ ഭാര്യയുടെ സൗണ്ട് ആൾ കേൾക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആ മാനേജറുടെ സൗണ്ടും കേട്ടു. ഇവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ടൈമിലാണ് എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ആൾ ചുറ്റും ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു റോഡ് കാണുകയാണ്. അതെടുത്ത് കയ്യിൽ പിടിച്ചു ഡോറ് പൊളിച്ച ആൾ അകത്ത് കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇയാളുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ ഇയാൾക്ക് ദേഷ്യം കൂടി. ഇയാളുടെ ഭാര്യയെയും അതുപോലെ തന്നെ ഈ മാനേജറെ അടിക്കാനായിട്ട് തുടങ്ങി. മെയിനായിട്ട് ഇയാളുടെ ഭാര്യയെ നല്ല രീതിയിൽ ശക്തിയിൽ അടിക്കാൻ തുടങ്ങി. ഭാര്യയുടെ തലയൊക്കെ പൊളിഞ്ഞ് ചോര വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓൾറെഡി ഡോറ് പൊളിയുന്ന സൗണ്ടും അതുപോലെ തന്നെ ഇവർ വളരെ വലിയ വായിൽ ഒച്ചെടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ രണ്ടുപേര്. ആ സൗണ്ടൊക്കെ കേട്ടിട്ട് അപ്പോഴത്തേനും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആളുകൾ കൂടെ അങ്ങോട്ട് ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുനിതയെ തല്ലുന്ന ഗ്യാപ്പിൽ ഈ അമൂൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഇത് രമേശ് കണ്ടു. തൻ്റെ ഭാര്യയുടെ മനസ്സ് മാറ്റിയിട്ട് ഇതിനൊക്കത്തിനും കാരണക്കാരനായിട്ടുള്ള ഇയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ ഈ അമൂലിൻ്റെ പിന്നാലെ ഇയാൾ ഓടുകയാണ്. ഓടിച്ചിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കമ്പനിയിലത്തെ ബാക്കിയുള്ള ജീവനക്കാർ ഇയാളെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വടി വീശി ഇയാളെല്ലാവരെയും പേടിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ അമൂൽ എന്ന് പറയുന്ന മാനേജറെ ആൾ നല്ല രീതിയിൽ അടിച്ച് സ്പോട്ടിൽ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആൾ അവിടെ നിന്ന് പോയി. ബാക്കിയുള്ള സ്റ്റാഫ് നേരെ സുനിതയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവരുടെ നിലയും സീരിയസ് ആയിരുന്നു. തലയൊക്കെ പൊളിഞ്ഞ് ഇതേപോലെ തന്നെ ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പോലീസിനെയും MD യെയും അവർ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസുകാർ സ്ഥലത്തെത്തി നോക്കുമ്പോഴത്തേനും അമൂല് അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആൾ മരിച്ചു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ്. പിന്നെ പോലീസുകാർ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ രമേശ് എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ തന്നെ ഇവരെ അടിച്ചു, അതുപോലെ തന്നെ ഇയാളെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം സ്റ്റാഫ് പറഞ്ഞു. അതിനുശേഷം സുനിതയുടെ അടുത്ത് പോയിട്ട് പോലീസുകാർ എൻക്വയറി നടത്തുകയാണ്. അപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതേപോലെ തന്നെ എനിക്കും മാനേജർക്കും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് ഹസ്ബൻഡ് കണ്ടു. ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ആൾ അടിച്ച് കൊലപ്പെടുത്തിയതാണ്, എന്നെയും കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ എന്തായാലും രമേശിനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചു. ആളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കി. രമേശാണെന്നുണ്ടെങ്കിൽ ഫോണൊന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത്. ആളോട് ചോദിച്ചു പട്ടാപ്പകൽ ഇങ്ങനൊരു കാര്യം എന്താണ് ചെയ്തതെന്ന് ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ തമ്മിൽ ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നെ പറ്റിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരെയും ഇങ്ങനെയുള്ളൊരു ആക്റ്റിൽ കാണാനുണ്ടായത്. ആ ഒരു ടൈമിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ദേഷ്യം. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാണ്ട് ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണെങ്കിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ ജയിലിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.